ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ, അതായത് ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അമേരിക്ക, അതേപോലെ വെസ്റ്റേൺ കൺട്രീസ്, ഇവരുടെയൊക്കെ വയറ്റിനുള്ളിൽ ഒരു പുകച്ചൽ. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ, ചൈന, റഷ്യ, ഈ ഒരു കൂട്ടുകെട്ട് ശരിക്കും ഏഷ്യൻ സൈഡിലുള്ള ആ ഒരു ഏഷ്യൻ ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്, ആ മെനൂവർ ചേഞ്ച് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള രണ്ട് ടീമുകളും തമ്മിലുള്ള മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നിലപാട്. ഇപ്പോൾ ഇന്ന് പൊതുവേ നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയും ചൈനയും തമ്മിൽ ഡ്രാഗൺ എലഫൻറ്റ് ഡാൻസ് എന്നുള്ള നിലയിലുള്ള പല രീതിയിലുള്ള ആ ഒരു കൂട്ടുകെട്ട് എന്നുള്ള നിലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഹാർഡ് കോർ ബന്ധം വെച്ച് പുലർത്താൻ പോകുന്നതായിട്ടുള്ള വാർത്തകളാണ് നിങ്ങൾക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ചില വിഷയങ്ങളാണ് നമ്മളിവിടെ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള നിലപാട് ഒറ്റ പോയിന്റിൽ തന്നെ പറയാൻ പറ്റും. അതായത് ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ബോർഡർ വിഷയത്തിൽ ചൈന ഒരിക്കലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് ഇതിന് മുമ്പുള്ള, അതായത് ഈ മീറ്റിങ്ങിന് മുമ്പുള്ള ചൈനയുടെ നിലപാടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ഇതിനു മുമ്പ് ചൈന നമുക്ക് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു മറവി വരാൻ പാടില്ലല്ലോ. കാരണം മനുഷ്യന്മാർക്ക് മറവി എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് മറക്കും. ചൈന എങ്ങനെയാണ് ഇന്ത്യയെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ബോർഡർ വിഷയത്തിൽ നോ കോംപ്രമൈസ്. അവരുടെ സോവറനിറ്റി, അതേപോലെ ബോർഡറിൽ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതിൽ വളരെ ഉറച്ച തീരുമാനമാണ് ചൈനയ്ക്ക് ഉണ്ടായിരുന്നത് ഇതുവരെ. അതുപോലെ തന്നെ ഇന്ത്യ എപ്പോഴും ചൈനയുമായിട്ട് നല്ല രീതിയിലുള്ള വ്യാപാര ബന്ധം പുലർത്തണം, അതേസമയം ചൈനയ്ക്ക് കീഴിലായിരിക്കണം. നമ്മൾ ചൈനയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്നാണ് ചൈന ആഗ്രഹിക്കുന്നത്. ഇന്ത്യ ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാൻ പാടില്ല. ഇന്ത്യ ഒരിക്കലും ഡോമിനേറ്റ് ചെയ്യാനല്ല പോകുന്നത്. സാമ്പത്തികമായിട്ട് തന്നെ പുരോഗമിച്ച് മുന്നോട്ട് വരാൻ പാടില്ല, ചൈനയെ മറികടക്കാൻ പാടില്ല. അത് ഇന്ത്യ എന്നല്ല, ഒരു രാജ്യങ്ങളും ഏഷ്യൻ സൈഡിൽ ചൈനയെ മറികടക്കാൻ പാടില്ല. ഏഷ്യയിൽ തന്നെ ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യം എന്നുള്ള നിലയിൽ അവരുടേതായിട്ടുള്ള ആ ഒരു മുദ്ര പതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പെടാപ്പാട് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കോമ്പറ്റീറ്ററാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഏഷ്യയിൽ മറ്റുള്ള ഏതൊരു രാജ്യത്തിൻ്റെ അടുത്തും കാണിക്കുന്ന ആ ഒരു മനോഭാവമായിരിക്കില്ല ഇന്ത്യയോട് കാണിക്കുന്നത്. ഇതുവരെ അങ്ങനെ ആയിരുന്നു. ഇതാണ് ഇന്ത്യയെക്കുറിച്ചുള്ള ചൈനയുടെ ഇതുവരെയുള്ള കാഴ്ചപ്പാട്. ഓക്കെ, ചൈന പിന്നെ അവർക്ക് വേണ്ട സമയത്ത് വേണ്ടതുപോലെ കാര്യങ്ങൾ തീരുമാനിക്കും. ഇന്ത്യയുടെ മുതുകിൽ കുത്തണം എന്ന് പറഞ്ഞാൽ അവർ കുത്തും. അങ്ങനത്തെ ഒരു തന്ത്രമുള്ള ഒരു ഡിപ്ലോമസി കൊണ്ടു നടക്കുന്ന രാജ്യമാണ് ചൈന. ഇന്ത്യക്ക് പല കാലഘട്ടങ്ങളിലായിട്ട് തുടരെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം നിലവിൽ അമേരിക്കയുടെ ഒരു നിലപാട്, അമേരിക്കയെക്കാളും ബെറ്ററാണ് ചൈന എന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ആ സാഹചര്യത്തിൽ ഈ മീഡിയയിലെല്ലാം വരുന്നത് പോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമല്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ജപ്പാൻ വിസിറ്റിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. അപ്പം ചൈനയും ഇന്ത്യയും തമ്മിൽ രണ്ടു കൂട്ടരും ചർച്ചയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് പറഞ്ഞിട്ടാണ് ഈ ചർച്ചയ്ക്ക് ഇരുന്നത്. ഇപ്പോൾ ഏതാണ്ട് ചർച്ച 30 മിനിറ്റും കഴിഞ്ഞ് 45 മിനിറ്റും കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ലെവലിലാണ് ഡീപ്പ്, അപ്പോൾ ആ രീതിയിലാണ് ഡീപ്പ് ലെവലിൽ ചർച്ച പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഇന്ത്യ ചൈനയുമായിട്ട് ടാക്ടിക്കൽ റിലേഷൻഷിപ്പിനാണ് തുടക്കം കുറിക്കുന്നത്, ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിന് തുടക്കം കുറിക്കുന്നില്ല. ഇന്ത്യ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യണം. അതായത് ട്രേഡ് ആയിക്കോട്ടെ, എന്ത് റിലേഷൻഷിപ്പ് ആയാലും, ബോർഡർ ആയിക്കോട്ടെ, ട്രേഡ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയാൽ തന്നെയും ഒരു ജസ്റ്റിഫിക്കേഷൻ അതിനകത്ത് ഉണ്ടാവണം. 1990 മുതലേ ട്രേഡ് ഡെഫിസിറ്റ് എന്നുള്ളത് വളരെയധികം ഇന്ത്യയെ ചിന്തിപ്പിച്ച ഒരു വിഷയം തന്നെയാണ്. ചൈനയുമായിട്ടുള്ള ട്രേഡിൽ ഉണ്ടാകുന്ന ട്രേഡ് ഡെഫിസിറ്റ്. അപ്പോൾ അതിൽ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു തീരുമാനം വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യ ആ പോയിന്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഒരു 50% താരിഫ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പം ചൈനയുമായിട്ട് അടുക്കുന്നത്. പക്ഷേ അതിൻ്റെ അർത്ഥം അമേരിക്കയുമായിട്ട് ഏത് രീതിയിലാണോ ഇന്ത്യ റിലേഷൻഷിപ്പ് വെച്ചിരുന്നത് അതേ രീതിയിലല്ല ചൈനയെ കൊണ്ടുപോകാൻ പോകുന്നത്. ചൈന ഇന്ത്യക്ക് ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ അവർ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും. ഈ രീതിയിൽ വളരെ ടാക്ടിക്കലായിട്ടുള്ള ബന്ധമാണ് ഇപ്പം ഡെവലപ്പായി വരുന്നത്. അങ്ങനെയാണ് പൊതുവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം അമേരിക്കയുടെ പൊസിഷൻ, ഇപ്പം ചൈനയെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് ഇവിടെ അമേരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് ജപ്പാന്റെ റോൾ വരുന്നത്. ഏഷ്യൻ സൈഡിൽ ഇന്ത്യ വേറൊരു ചെയിൻ ഓഫ് രാജ്യങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് ജപ്പാനോടൊപ്പമാണ്. ചൈനയെ കൗണ്ടർ ചെയ്യാൻ സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഇന്ത്യ, സൗത്ത് കൊറിയ, ഈ രാജ്യങ്ങളെല്ലാം ഒരു ലൈനപ്പ് ചെയ്ത് നിൽക്കും. ഇതാണ് ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഇന്ത്യ എടുത്തിരിക്കുന്ന ആ ഒരു ഡിപ്ലോമാറ്റിക് മൂവ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, താരിഫ് പ്രശ്നം. അതേസമയം ഇപ്പോൾ ഇന്ത്യ അമേരിക്കയെ മൊത്തത്തിൽ ഒഴിവാക്കിക്കൊണ്ട് ചൈന എടുത്ത് പോകുമ്പോഴത്തേക്കും ചൈനയെ കൗണ്ടർ ചെയ്യാൻ നമുക്ക് വേറൊരു സൈഡ് വേണം. അങ്ങനെ തന്നെയാണ് എപ്പോഴും ഡിപ്ലോമസി വർക്കാകുന്നത്.
ഇനി ഇതിനു മുമ്പ് അമേരിക്ക ചെയ്തുകൊണ്ടിരുന്ന റോൾ വളരെ വൃത്തിയായിട്ട് ഇന്ത്യ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, സൗത്ത് കൊറിയ, സിംഗപ്പൂർ രാജ്യങ്ങളൊക്കെ ചേർന്നുകൊണ്ട് ഇനി ചെയ്യും. അതായത് അമേരിക്കയെ ഏഷ്യൻ സൈഡിൽ നിന്ന് എടുത്ത് മാറ്റുക, അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഈ ഇയർ എൻഡിൽ ക്വാഡ് സബ്മിറ്റ് നടക്കണം, അതിന് ഡൊണാൾഡ് ട്രംപ് വരണം. പക്ഷെ ഇപ്പം ഡൊണാൾഡ് ട്രംപ് മനസ്സ് മാറ്റിയിരിക്കുകയാണ്, വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വാഡ് സബ്മിറ്റിന്. ചൈന വിളച്ചിൽ കാണിച്ചാൽ ഇന്ത്യ, ഇപ്പുറത്തെ സൈഡിലുള്ള ജപ്പാൻ, ഇപ്പുറത്തെ സൈഡിലുള്ള ഏഷ്യൻ സൈഡ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയുമായിട്ട് നിൽക്കുന്ന ജപ്പാൻ, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, ഫിലിപ്പൈൻസ്, വേണ്ടി വന്നാൽ ഓസ്ട്രേലിയയും കൂടി ചേരും. ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഒരു പാർട്ട്ണർഷിപ്പ്. ഏഷ്യൻ സൈഡിൽ വളരെ ശക്തിയോടുകൂടി ചൈനയ്ക്കെതിരെ തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത്. അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അമേരിക്കയും റഷ്യയും തമ്മിൽ എതിരെതിരെ ചേരികളിലാണ്. എന്നാൽ അവർ തമ്മിൽ ബന്ധമില്ലേ, അവർ തമ്മിൽ ട്രേഡുകളില്ലേ, അവർ തമ്മിൽ കൊടുക്കൽ വാങ്ങലില്ലേ? ആ രീതിയിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിട്ടാണ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ്. ഇതൊന്നും മെയിൻ സ്ട്രീം മീഡിയയിൽ ആരും പറയാൻ പോകുന്നില്ല കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അനാലിസ്റ്റുകൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. കാരണം ബിയോണ്ട് ദിസ് ലെവലിൽ ഇന്ത്യയും ചൈനയ്ക്കും തമ്മിൽ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം പല പല മേഖലകളിൽ പല പല പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം തന്നെ അൺറിസോൾവ്ഡ് ആയിട്ട് കിടക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഏത് സ്ഥലത്ത് തൊട്ടാലും ഒരു പ്രശ്നം വരും. ഇപ്പം നമ്മൾ POK ഭാഗത്ത് പോയിട്ട് പാകിസ്ഥാൻ ചൈനയ്ക്ക് കൊടുത്ത സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. ഇപ്പം ചൈന ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമുണ്ട്. അതുപോലെ ചൈന ടിബറ്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവിടെയും ഇന്ത്യക്ക് പ്രശ്നമുണ്ട്. അപ്പം ഇങ്ങനെ പല പല മേഖലകൾ, പല പല തർക്ക പ്രദേശങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ തന്നെ ഇന്ത്യയും ചൈനയും രണ്ട് ജയന്റുകളായിട്ട് മാറി നിൽക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്ക് ചൈനയുമായിട്ട് ഇപ്പം നിലവിൽ അമേരിക്കയുമായിട്ടൊരു താരിഫ് പ്രശ്നമുണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് വ്യാപാര ബന്ധമൊക്കെ ശക്തിപ്പെടുത്താം, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം, റിലേഷൻഷിപ്പ് ആവാം. അതെല്ലാം തന്നെ ഈ ബോർഡറിൽ കൊണ്ട് ഇന്ത്യ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് ബോർഡർ വിഷയത്തിൽ ഈ ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു തർക്കം രൂപപ്പെട്ട് വരുന്നെങ്കിൽ ചൈനയുമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ ചർച്ചകളും നിൽക്കും, എല്ലാ ബന്ധങ്ങളും അവസാനിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ ചൈനയെ ഒരു സൈഡിൽ ലോക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ട്രേഡും ഈ കാര്യങ്ങളൊക്കെ, ഈ ഒരു ബന്ധം മെച്ചപ്പെടുത്താനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിഷയം ക്ലിയർ ആയല്ലോ. നിങ്ങൾ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഈ ജിയോ പൊളിറ്റിക്സിൽ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയെ സെൻട്രൽ പൊസിഷനിൽ ഇടുക, ഇന്ത്യ ടാക്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ചൈന ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതേസമയം ഇന്ത്യയുടെ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ്, അതായത് ലോങ് ടേം റിലേഷൻഷിപ്പ് വെച്ചിരിക്കുന്നത് ഉയർത്തിക്കൊണ്ടുവരുന്ന രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജപ്പാൻ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, ഫിലിപ്പൈൻസ്, അതിനോടൊപ്പം ഓസ്ട്രേലിയക്ക് വേണമെങ്കിൽ ചേരാം. ഇതാണ് ഇന്ത്യയുടെ ഏഷ്യൻ സൈഡിലുള്ള ഈ ഒരു നിലപാട്. അപ്പോൾ ഇനി ചൈന എന്തെങ്കിലും ഇന്ത്യയുമായിട്ട് മുട കാണിക്കുന്നു പറഞ്ഞാൽ ഏഷ്യൻ സൈഡിലുള്ള ഈ രാജ്യങ്ങളുമായിട്ടായിരിക്കും ഇന്ത്യ ഏറ്റവും കൂടുതൽ ചൈനയെ ഗണ്ണിക്കാൻ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ ഒരു കൗണ്ടർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ടേം റിലേഷൻഷിപ്പ്, അത് ഞാൻ ഈ പറഞ്ഞ രാജ്യങ്ങളോട്, ഏഷ്യൻ രാജ്യങ്ങളോടായിരിക്കും. അതേസമയം ചൈനയോട് എപ്പോഴും തന്നെ ഒരു ടാക്ടിക്കൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നീ ഒരു കാര്യം എനിക്ക് വേണ്ടി ചെയ്താൽ ഞാനൊരു കാര്യം ചെയ്യും. ആ രീതിയിലാണ്, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ അതിലിപ്പോൾ ട്രേഡ്, ട്രാവൽ, ടൂറിസം ഡെവലപ്മെൻറ്റ്, ട്രാൻസ്പോർട്ട് കോറിഡോർ, ഇതെല്ലാം തന്നെ ഓപ്പൺ ആക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ മ്യൂച്വൽ ആണ്. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് ഇപ്പം ഡെവലപ്പായി വരുന്നത്. വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നല്ല പുകച്ചലാണ്. വെസ്റ്റേൺ രാജ്യങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ, അവർ മാധ്യമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഈ നൊബൽ പ്രൈസിൻ്റെ കേസ് ഒരുപാട് ഉയർത്തി കാണിക്കുന്നുണ്ട്. അതായത് ട്രംപിൻ്റെ വിഡ്ഢിത്തരമാണ്, ആ രീതിയിൽ ട്രംപ് പെരുമാറിയത് കൊണ്ടാണ് ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്ലോബൽ ബാലൻസ് ആയിരുന്നു. അതായത് ഏഷ്യൻ സൈഡിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ അമേരിക്കയോടൊപ്പം വെസ്റ്റിനോടൊപ്പം ഒക്കെ ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് പവർ ആയിരുന്നു ശരിക്കും തന്നുകൊണ്ടിരുന്നത് ഈ ലോകത്തിന്. ആ ഒരു ബാലൻസ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പം ഈ ലോകക്രമം, അഥവാ ഈ ലോകത്തിൻ്റെ ജിയോ പൊളിറ്റിക്സ് എന്നാണ് വെസ്റ്റേൺ സൈഡിലുള്ള വെപ്രാളം. അമേരിക്കയ്ക്കാണെങ്കിൽ നേരെ വയറ്റിനുള്ളിലൊക്കെ ഭയങ്കര പുകച്ചലാണ്. എന്താണ് നമുക്കറിയത്തില്ല. അത് പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്റർ മോദി ചൈനയിൽ ഇറങ്ങിയ നിമിഷം തൊട്ട് അവർക്ക് ഭയങ്കര പുകച്ചലാണ്. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. വി ആർ ഹെൽപ്ലെസ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് ബുള്ളിങ് ഒക്കെ വരുന്നുണ്ട് ഡൊണാൾഡ് ട്രംപിനെതിരെ. പല രീതിയിലുള്ള മോക്കിങ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഡൊണാൾഡ് ട്രംപ് കണ്ടും കാണാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ കുറേ വാർത്തകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഉക്രൈൻ ഏറ്റവും കൂടുതൽ ഓയിൽ, ശരിക്കും ഡീസൽ ഇന്ത്യയുടെ നിന്ന് പർച്ചേസ് ചെയ്തതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് തന്നെ റഷ്യ ത്രൂ വന്ന ഓയിലാണ് ഉക്രൈൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വാർത്തകളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ശരിക്കും ഈ റഷ്യൻ ഓയിൽ എന്നുള്ള വിഷയത്തിൽ ശരിക്കും അമേരിക്ക പെട്ടിരിക്കുകയാണ്. കാരണം ഈ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് താരിഫ് അപ്ലൈ ചെയ്തല്ലോ, അതിലാണ് ഇപ്പോൾ ഇവർ കുടുങ്ങിയത്. കാരണം ഇപ്പോൾ എല്ലാം എക്സ്പോസ് ചെയ്യാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിലല്ല, അവർക്ക് അമേരിക്കയുടെ ഈ ഒരു ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കണം എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറുന്നത്. കാരണം വൈറ്റ് ഹൗസിൽ നിന്ന് ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമാണ്. എന്താണെന്ന് പറഞ്ഞാൽ
ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ പലതവണ അമേരിക്ക ഇടപെട്ടിട്ട് മീഡിയേഷൻ ചെയ്ത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കിയ സമയത്തെല്ലാം തടസ്സം നിന്നിരിക്കുന്നത് യൂറോപ്പാണ് എന്നുള്ളത് ഓപ്പൺ ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് വൈറ്റ് ഹൗസിൽ നിന്നും. കരോലിന ലെവിറ്റ് അവരുടെ പത്രപ്രസ്താവനയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതായത് യൂറോപ്പാണ് തടസ്സം നിൽക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഈ ഉക്രൈനിലെ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തമ്മിലുള്ള ആ ഒരു സമാധാന ചർച്ചയ്ക്ക് പലവട്ടം അമേരിക്ക ശ്രമിച്ചിട്ടും യൂറോപ്പ് തടസ്സം നിൽക്കുന്നതായിട്ടാണ് ഇപ്പം ആരോപണം വരുന്നത്. ഇപ്പം അത് അമേരിക്ക ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോമഡിയാണ് ശരിക്കും. സാധാരണ വാർത്ത വായിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നുണ്ട് യൂറോപ്പാണ് ചെയ്യുന്നതെന്നുള്ളത്. ഇത് അമേരിക്കയ്ക്ക് മനസ്സിലാക്കാൻ ഇത്രയും കാലം എടുത്തെന്നുള്ളതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. ഈ നൊബേൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നൊബേൽ സമ്മാനം കൊടുക്കുന്നത് 5 അംഗ കമ്മിറ്റിയാണ്. അപ്പോൾ അതിൽ 3 പേര് ഡൊണാൾഡ് ട്രംപിനെതിരെയാണ് നിലപാടെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തവണ ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം കിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് എനിക്ക് പറയാനുള്ളത്, എവിടെന്നെങ്കിലൊക്കെ ഒരു നൊബേൽ സമ്മാനം സംഘടിപ്പിച്ച് അയാൾക്കൊന്ന് കൊണ്ട് കൊടുക്കുക, എന്നിട്ട് സമാധാനപ്പെടട്ടെ. കാര്യമില്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ലോകത്ത് നടക്കുന്ന ഈ താരിഫ് കൊണ്ട് നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു 3 പേര് എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് ആ നൊബേൽ സമ്മാനം എങ്ങനെയെങ്കിലും ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുക. ഒന്നുമില്ലെങ്കിലും ഇന്ത്യയും ചൈനയും തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഡെവലപ്പായില്ലേ, അതിൻ്റെ പേരിലെങ്കിലും നൊബേൽ സമ്മാനം കൊടുക്കൂ. അതായിരിക്കും നല്ലത്. ഈ ലോകം സമാധാനമായിട്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു 4 വർഷം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു നൊബേൽ സമ്മാനം അയാൾക്ക് കൊടുക്കുക. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. റോയിട്ടേഴ്സ് എപ്പോഴും ഇന്ത്യക്കെതിരെയാണ്. അവരെ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. 7 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അവർ ഗാൽവാൻ വാലിയിൽ നടന്ന ഒരു ആക്രമണം 2020. അപ്പോൾ അതിനെ ചൊല്ലി ഒരു ആർട്ടിക്കിളും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അവർ ബ്രീഫ് ചെയ്ത് എഴുതി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതായത് 2020 ഗാൽവാൻ വാലി ഡ്രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ബോർഡർ ഡ്രാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി ഇറക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ വെപ്രാളം മനസ്സിലായല്ലോ. സംഭവം അവരുടെ പുകച്ചൽ. ഇതാണ് ഞാൻ പറഞ്ഞ പുകച്ചൽ. അവരിങ്ങനെ കിടന്ന് പുകയാണ്. പുകഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇറ്റ്സ് എ ഫാക്ട്. നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഇന്ത്യയുടേതായിട്ടുള്ള വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിന് അമേരിക്കയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. അമേരിക്കയ്ക്ക് നമ്മളൊരു വിലയും റെസ്പെക്റ്റും എല്ലാം കൊടുത്തിരുന്നു, ഒരു ഡിഗ്നിറ്റിയൊക്കെ കൊടുത്തിരുന്നു. എന്നാൽ കളഞ്ഞു കുളിച്ചത് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. പിന്നെ എണ്ണ മേടിക്കുന്ന ലിസ്റ്റിൽ ഒരുപാട് രാജ്യങ്ങൾ വരുന്നുണ്ട്. സൗദി അറേബ്യ റഷ്യയുമായിട്ട് എണ്ണയും ഗ്യാസും രണ്ടും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദ ടോപ്പ് ബയർ എന്നാണ് പറയുന്നത്. യെസ്, സൗദി അറേബ്യയിൽ ഓയിൽ ഉണ്ട്, ഇല്ലാന്നില്ല. പക്ഷേ സൗദി അറേബ്യയുടെ കമ്പനികൾ ഇത് മേടിച്ച് റിഫൈൻ ചെയ്ത് മറിച്ച് വിൽക്കുന്നുണ്ട്. ആ പരിപാടികൾ നടക്കുന്നുണ്ട്. അതുപോലെ യൂറോപ്പിൽ ഇറ്റലി, അപ്പോൾ ഇങ്ങനെ ഒരുപാട്, ചൈന, ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. ഇതെല്ലാം തന്നെ യൂറോപ്പ് തന്നെയാണ് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത്. കാരണം പുറത്ത് പറഞ്ഞേ പറ്റൂ. കാരണം ഒരേ ഒരു രാജ്യത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നൊബേൽ സമ്മാനത്തിൻ്റെ ആക്രാന്തത്തിലാണ് ഇന്ത്യയെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വാർത്തയാണ് ഇപ്പം ടോപ്പ് ലെവലിൽ പീക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാളും അപമാനം ഒരു അമേരിക്കൻ പ്രസിഡന്റിന് വരാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിബേറ്റബിൾ ആണ്. ചൈന ഇന്ത്യ റിലേഷൻഷിപ്പാണ് മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതൊരു ടാക്ടിക്കൽ റിലേഷൻഷിപ്പായിട്ട് ബിൽഡ് ചെയ്യുകയാണ്. അതിന് പകരമായിട്ട് നമ്മൾ അതിൻ്റെ കൗണ്ടർ സൈഡ് നമ്മൾ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൽ നമ്മൾ കുറച്ച് രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ജപ്പാൻ, സിംഗപ്പൂർ, സൗത്ത് കൊറിയ, ഫിലിപ്പൈൻസ് പ്ലസ് ഓസ്ട്രേലിയക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചൈനയുടെ കൗണ്ടർ സ്ട്രാറ്റജി പ്ലാൻ. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.